ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്യലായിരുന്നു ഗോതമ്പ് അരച്ചിട്ട് ദോശ. അതുപോലെ ഗോതമ്പ് അരച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയും ഈ ദോശയ്ക്ക് അടിപൊളി കോമ്പിനേഷനായ തേങ്ങയൊന്നും ചേർക്കാതെ നല്ലൊരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് ദോശ തയ്യാറാക്കാനായിട്ടുള്ള ഗോതമ്പ് ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് 5-6 പ്രാവശ്യം നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി നമ്മളൊന്ന് കഴുകിയെടുക്കണം. ഒരു കാരണവശാലും ഗോതമ്പ് നമ്മൾ കുതിർക്കരുത്. ഇത് നമ്മൾ ദോശ തയ്യാറാക്കുന്ന അപ്പം തന്നെ നന്നായിട്ട് കഴുകി മിക്സിയുടെ ജാറിലിട്ട് അപ്പം തന്നെ അരച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് കഴുകിയ 1 കപ്പ് ഗോതമ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ വേണമെന്നൊന്നുമില്ല, തേങ്ങ വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ തേങ്ങ കൂടെ ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ദോശയ്ക്ക്. അപ്പോൾ കുറച്ച് തേങ്ങയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമ്മളിത് ഫൈനായിട്ട് അരച്ചെടുക്കണം. പക്ഷേ വെള്ളം നമ്മൾ കുറേശ്ശെ ഒഴിക്കണം. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നിങ്ങളിപ്പോൾ വിചാരിക്കാം കുതിർക്കാതെ ഗോതമ്പ് ഫൈനായിട്ട് അരയ്ക്കാൻ പറ്റുമെന്ന്. പക്ഷേ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈ ഗോതമ്പ് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അരച്ച മാവ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പം 2 ബാച്ചായിട്ടായിരുന്നു ഈ ഗോതമ്പ് അരച്ച 2 ബാച്ചും ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം അധികമാകാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ 2 ബാച്ചായിട്ടാണ് അരച്ചത്. ഉപ്പും എല്ലാം ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ മാവ് ഉണ്ടാകാനായിട്ട്. വെള്ളം കൂടിപ്പോകരുത്, അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലായി. ഇനി നമ്മളിത് വെക്കുകയൊന്നുമില്ല, അപ്പം തന്നെ നമ്മൾ അരച്ചെടുത്ത് അപ്പം തന്നെ ഈ ദോശ ചൂടുവാണ്. ഇനി ഒരു ദോശക്കല്ല് ചൂടായി കഴിയുമ്പം കുറച്ച് എണ്ണ, നിങ്ങൾക്ക് എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണ തൂക്കാതെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ദോശക്കല്ല, അപ്പോൾ കുറച്ച് എണ്ണ ഇതുപോലെ തൂത്ത് കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കുമല്ലോ. അപ്പം ഞാൻ കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ട് 1.5 തവി മാവ് ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഇനി ഇത് മൂടി വെച്ച് ഒരു 2-3 സെക്കൻഡ് മതി. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ദോശ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. വേണമെങ്കിൽ മുകളിലൂടെ കുറച്ച് നെയ്യോ എണ്ണയോ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് മറിച്ചിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. വേണമെങ്കിൽ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടും ദോശ നമുക്ക് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്, ഇവിടെ എല്ലാവർക്കും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഇഷ്ടം. അത് കാരണം സോഫ്റ്റായ ദോശയാണ് തയ്യാറാക്കിയത്. ഇത് കണ്ടോ, നല്ല അടിപൊളി, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഡിന്നറായിട്ട് ഇപ്പോൾ BP ഷുഗർ ഉള്ളവർക്കൊക്കെ എന്നും ഗോതമ്പിൻ്റെ ആഹാരം കഴിക്കുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. ഈ ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനായിട്ട് ഒരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി കൂടെ കാണിക്കുക. അതിനായിട്ട് ഒരു പാൻ ചൂടായി കഴിയുമ്പം കുറച്ച് എണ്ണ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിലയും 5-6 അല്ലി വെളുത്തുള്ളിയും പിന്നെ എരിവിനനുസരിച്ചുള്ള മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസിലെ സവാള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പം അതിലേക്ക് 2-3 തക്കാളി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഈ തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇത് കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം ഒന്ന് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി, നമ്മുടെ ഈ ചമ്മന്തിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഈ തക്കാളിയെല്ലാം നന്നായിട്ട് വഴന്ന് ഇതുപോലെ ആവണം. അപ്പോഴാണ് നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതുപോലെ ആയിക്കഴിയുമ്പോൾ ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ ചമ്മന്തി നമുക്കൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം കടുകും ഒരു നുള്ളു ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. കടുകും ജീരകവും പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിലയും ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വറ്റൽമുളകൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തക്കാളി ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം, ഇപ്പോൾ തിക്കായിട്ടുള്ള ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ചേർക്കണ്ട, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അധികം തിളയ്ക്കരുത്. തിള ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് അടിപൊളി സൂപ്പറായിട്ടുള്ള തക്കാളി ചമ്മന്തി ഗോതമ്പ് ദോശയുടെ കൂടെ, നീര് ദോശയുടെ കൂടെ, നമ്മുടെ സാധാ ഉഴുന്ന് ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഗോതമ്പ് ദോശയും റെഡിയായി. അതോടൊപ്പം തന്നെ നമ്മുടെ തക്കാളി ചമ്മന്തിയും. ഈ ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.